പിന്നെ നമുക്ക് വേണ്ട സാധനം ഈസ് കുരുമുളക് പൊടി, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എനിക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല, ഉപ്പ് ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത്രയും മതിയാവും, കാരണം മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ. നല്ല പോലെ ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ ഡോവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഒന്നുമില്ല, നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നെഗറ്റ്സ് വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുട്ടിക്കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിങ്ങനെ ആട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും, മറ്റ് നമ്മുടെ ഷേപ്പുള്ള മോൾഡിങ്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ കാണാനൊരു ഇഷ്ടം ഉണ്ടാവും. ഞാൻ ഇതുപോലത്തെ ഒരു ഇതുപോലൊരു ഫോർക്ക് എടുക്കുന്നുണ്ട്. അതെന്നിട്ട് ഞാനിതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കും. ആ ഒരു ഫോർക്കിൻ്റെ ആ ഒരു ലൈന് കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കും. ദെൻ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മളെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇവിടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചൊന്ന് ഡീപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതാ നമ്മളൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ എണ്ണ ഉപയോഗിക്കുന്നത്. സോ അതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ച സംഭവങ്ങൾ ഓരോന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മൾ. ഭയങ്കര സിമ്പിൾ ആട്ടോ. ഇത്രയും